السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. أما بعد പ്രസ്തുത സഹോദരിമാരെ ഞങ്ങൾ ഒരു ഹദീസിലെ വിഷയത്തിലേക്ക് ഇറങ്ങുക. ജെൻഡ് എപ്പിസോഡിൽ ഇതിൽ മൂന്നോളം കഴിഞ്ഞു പോയ ജെൻഡ് എപ്പിസോഡിൽ ഞങ്ങൾ പൽക്കാറിന് വന്നത്. ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പഠിച്ചതായ ഹദീസറോ ചില ഫവായിദ് അടിക്കൽ, അതായത് ഈ മനസ്സിലാക്കി വന്ന ഹദീസറോ ചില ഫായിദ ഞങ്ങൾക്ക് കിട്ടുക. ഈ ഹദീസിൽ നിന്ന് കിട്ടുക കുറേ ഫായിദ ഉണ്ട്. ആ ഫായിദ ഞങ്ങൾ ഒരു സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ആ ഒരു ഫായിദ എടുത്തിട്ടായിരിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ആക്കാൻ പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് കൊണ്ടിട്ടു. ഒന്നാമത്തെ ഫായിദ ആയിട്ട് നമുക്ക് ഈ ഹദീസിൽ കിട്ടുന്നത്, അതായത് സുഫിയാൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ആ മനോഹരമായിട്ടുള്ള ആ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഇല്ലേ, കുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. ഈ ഹദീസിലോ ഫായിദ ആയിട്ട് ഒന്നാമത്തെ നമുക്ക് മനസ്സിലാവുന്നത് സഹാബമാരോ ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് ഹിർസ്. ഒന്നാമത്തെ ഫായിദ അടിക്കുക അങ്ങ് കാട്ടിയോ ദീനു ഇസ്ലാം പഠിക്കുന്ന വിഷയത്തിൽ അത് ഇൽമു പഠിക്കുന്നതിൽ ശരീഅത്തുക്ക് ബന്ധപ്പെട്ട ഇൽമ അടിക്കുക. ഇൽമു ചെല്ലുമ്പോൾ ദുനിയാവോടല്ല ഊടെ ഇൽമു ചെന്ന് ഉദ്ദേശിക്കണോ ദീനിൻ്റെ ഇൽമ അടിക്കുക, ശരീഅത്ര ഇൽമ അടിക്കുക. ആ ശരീഅത്ര ഇൽമടോ അങ്ങ് എടുക്കോ തലക്കിയാക്കോ അങ്ങാത്ര എടുക്കോ അങ്ങാത്ര മനസ്സിലാക്കോ പഠിക്കോ ആയിട്ട് കാട്ടിന്ന് ഹിർസ് അടിക്കുക. ഇതിൽ ഒന്നാമത്തെ മനസ്സിലാവണോ. രണ്ടാമത്തെ അടിക്കുക അതായത് സുഫിയാൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുടെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേട്ട ഒരു ചോദ്യം ഭയങ്കര അത്ഭുതമായിട്ടും അത് ഇസ്ലാമിൽ ഇന്നും 1400 വർഷം കഴിഞ്ഞിട്ടും ഇപ്പം അത് നിലനിൽക്കണോ ആൾമാർക്ക് ഇന്നും ഖിയാമത്ത് നാളത്തിൽ ഉപകാരപ്പെട്ട പോലത്തെ ഒരു ചോദ്യം എടുക്കൽ കേട്ടത്. ഇസ്ലാമിലോ എല്ലാ വിഷയം ഉൾപ്പെടുന്ന പോലത്തതും അതിൽ പിന്നെ ആ ചോദ്യത്തെ എതിർ ഒരു ചോദ്യം പ്രസക്തി ഇല്ലാത്ത അവസ്ഥ, അതായത് വേറൊരു ചോദ്യം ഈ വിഷയത്തിൽ ബറുക ഒരു ആവശ്യമില്ലാത്ത പോലത്തെ അങ്ങനത്തെ ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടത്. എല്ലാം വിഷയത്തിൽ ദീനിൻ്റെ അസിലും ചന്ദ്രങ്ങൾ ഇതിന് മുന്നിൽ മനസ്സിലാക്കിയ എല്ലാം ഉൾപ്പെട്ടിട്ട് ദീന് ഈ ജനപദത്തിൽ ഹദീസിൽ ഉൾപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ ഒരു ചോദ്യം അതായിരിക്കും സുഫിയാൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു അതിൽ ആ ചോദ്യത്തിൽ അതിൻ്റെ ബുദ്ധിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതിൽ മൂന്നാമത്തെ വിഷയമായിരിക്കും അതായത് മനുഷ്യന്മാർക്ക് മുസ്ലിം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ഞങ്ങൾക്ക് കേൾക്കവും ഞങ്ങൾക്ക് ഇതിലൊരു എന്താ തർഗീബുണ്ട്. അങ്ങനെ കേൾക്കുകയും ചെന്ന് അതായത് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം ഈ ഒരു ഹദീസിൽ ഞങ്ങൾക്ക് കാണുന്നുണ്ട്. എങ്ങനത്തെ ചോദ്യം ചെന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയ അതിൽ ഒരു ജാമ്യ ആയിട്ട്, അതായത് ഒരു ചെറിയ പദം മാത്രം ചുമ്മ ആശ ഉൾപ്പെട്ട പോലത്തെ ഒരു ചോദ്യം, അതിന് പിന്നെ അതിലേതൊരു വേറൊരു ചോദ്യം അത് നിലനിൽക്കാത്ത പോലത്തത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞങ്ങളും കേൾക്കുകയും ചെന്ന് ഞങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾ കേൾക്കുകയും ചെന്ന് അതിക്ക് ഒരു പ്രോത്സാഹനം ഈ ഒരു ഹദീസിലുണ്ട് ചെന്ന് മനസ്സിലാക്കണം. നാലാമത്തേതായിട്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജവാമിഉൽ കലിം കൊടുത്തു. അത് ആർക്കും കിട്ടാത്ത പോലത്തെ ഒരു വിഷയമായിരിക്കും. അതായത് ഒരു ജവാമിഉൽ കലിം ചെന്നെങ്കിൽ ഒരു പൽക്ക തെല്ലായിരിക്കും, തെല്ല് പൽക്ക മാത്രമേ അതിലുള്ള വിഷയ അതിലുള്ള ആശ അതിൽ മനസ്സിലാക്കുമല്ലോ അതിൽ അങ്ങ് അർത്ഥമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വിഷയമല്ല ചുമ്മായിട്ടിക്കട്. അപ്പോൾ അതായിരിക്കും ജവാമിൽ കലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ധാരാളം ഉണ്ട്. ചില പണ്ഡിതന്മാർ കാലി ജവാമിൽ ഹദീസ് ചെയ്യുന്നത്, അതായത് ചില ഈ ചുരുങ്ങിയിട്ടുള്ള ഒരു ഹദീസിലുണ്ടല്ലേ ചുമ്മാ ആശ ഉൾപ്പെട്ട പോലത്തെ ഹദീസ് ക്രൗഡീകരിച്ചിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയത് നമുക്ക് ഹദീസിൽ ചില പണ്ഡിതന്മാർ കിതാബുകളെല്ലാം നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാവും നബിക്ക് ജവാമിൽ കലീം ഹിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഞങ്ങൾ പഠിച്ച ഈ ഹദീസ് അതിക്ക് സാദൃശ്യമായിട്ട് നമുക്ക് ഖുർആൻ്റെ ആയത്തും നമുക്ക് കാണാം. ഉദാഹരണത്തിന് നമുക്ക് സൂറത്തുൽ അഹ്ഖാഫിലോ ഒരു ആയത്തായിരിക്കും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഇന്ന ആൾമാർ കണ്ടിതമായിട്ടും ചില ആൾമാർ അല്ലദീന ഇങ്ങനത്തെ ഖാലു അങ്ങ് എല്ലാവരും ചെന്നാണ് റബ്ബുനല്ലാഹ് ഞങ്ങളെ റബ്ബ് അല്ലാഹു ആയിട്ടിക്കട. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിന് മുന്നിൽ പഠിച്ച റുബൂബിയത്ത് എന്തായിട്ടിക്കട്, അള്ളാഹു തൗഹീദ് എന്തായിട്ടിക്കട്, അതിൽ ഏതെല്ലാം ഉൾപ്പെടും ഏതെല്ലാം തഖ്സീം പണ്ഡിതന്മാരാക്കിയാറ് ആ 3 ഭാഗം ഉൾപ്പെടുത്തി മനസ്സിലാക്കിയ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അതിൽ പിന്നെ അങ്ങ് എല്ലാവരും അതിൽ നല്ല ഉറച്ചുണ്ടാറ് ഇസ്തിഖാമത്തിലായാറ്. പിന്നെ എന്താ ചെന്നു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്ങൊരു പേടിയും വേണ്ട അങ്ങ് ബേജാറാകുമില്ല. പിന്നെ ഇന്നൊരായത്തിൽ നമുക്ക് കാണാം സൂറത്തു ഫുസ്സിലത്ത് ആയത്തായിരിക്കും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. സൂറ ഫുസ്സിലത്ത് ആയത്തായിരിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഇതിന് മുന്നേ മനസ്സിലാക്കി പോലെ ചില കൂട്ട ആൾമാർ അള്ളാഹു വിശേഷിപ്പിച്ചല്ലോ അങ്ങനെ ചെല്ലാറ് അങ്ങ് എല്ലാവരും ചെന്നാറ് ഞങ്ങളെ റബ്ബ് അള്ളാഹു ആയിട്ടിക്കട. അതായത് തൗഹീദ് ഞങ്ങൾ പ്രകടാക്കിയുള്ളൂ, ഞങ്ങളെ റബ്ബ് അള്ളാഹു ആയിട്ടിക്കട, തൗഹീദ് ഞങ്ങൾ കാട്ടിയുള്ളത്. സുമ്മ ഇസ്തഖാമു അങ്ങ് അതിൽ പിന്നെ ഉറച്ചിൻ്റെ ഇസ്തിഖാമത്തിലായാറ് ആ പദത്തിൽ നല്ല പോയാറ് ആ ദീനിലെ ശരീഅത്തിൽ എതിർ പോയാറ്
ಅದೊರ್ಕತು ಅಲ್ಲಾಹೊರಟಿಗೆ ಶಿರ್ಕ ಇನ್ನೂ ತಂದಿಲ್ಲ. ರಬ್ಬು ಸುಬ್ಹಾನಹು ತಆಲ ಅನುಸರಣೆಗೆ ಆಕಿಟ್ಲಾಗ ಅನುಸರಿച്ചിട്ട് ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲ ಶರೀಅത്തെ പാലിച്ച് പോയങ്ങ ചെന്തയ്ക്ക് ഇസ്തിഖാമ ചെല്ലു സുമ്മ ഇസ്തഖാമു. പിന്നെ തതനസ്സലു അലൈഹിമുൽ മലായിക, ഈ അതായത് മലായിക്മാർ അങ്ങ് ഇറങ്ങിടാർ അങ്ങ് തക്കറാറായിട്ട് അത് അപ്പപ്പോൾ അങ്ങ് ചുമ്മാ റിപ്പീറ്റ് ആയിട്ട് അങ്ങ് ഇറങ്ങിടാർ ചെന്ന് ഈ ഹദീസ് അതായത് ഈ ആയത്തോ തഫ്സീറിൽ നമുക്ക് ഇമാം സാജി റഹിമഹുല്ലാ ചെല്ലത് കാണാം. അതായത് ഇമാം സാജി റഹിമഹുല്ലാ ഈ ആയത്തെ തഫ്സീർ സൂറത്തുൽ ഫുസ്സിലത്ത് 30ാമത്തെ ആയത്തായിരിക്കുന്നത്. അതിൽ ചെല്ലി ഫസ്റ്റ് തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔലിയാമാരുടെ വിഷയത്തിലായിട്ട് നമുക്ക് പടിവാടുത്തുന്നുള്ളൂ. ഔലിയ അവൻ്റെ മുട്ടുള്ള ആൾമാർ അവർക്ക് ഇഷ്ടപ്പെട്ടോ അവൻ്റെ ചില അടിമമാർ അങ്ങനെ വിഷയത്തിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിപ്പാടി തന്നുള്ളൂ. അതേപോലെ ഈ ആയത്തിൽ അള്ളാഹു അങ്ങനെ മുതാബി ഇത്തിബാക്കും അങ്ങനെ പിൻപറ്റവും ഇതിൽ അള്ളാഹു പ്രോത്സാഹനമായിക്കോളൂ. അതിക്കേറ്റ് ഇന്നല്ലദീന ഖാലു ചില കൂട്ട ആൾമാർ എങ്ങനത്തങ്ങ അങ്ങ് ചെല്ലാറ് അങ്ങ് എല്ലാവരും ചെല്ലാറ് റബ്ബുന അല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആയിട്ട് ഇവിടെ ചെന്ന് അതായത് അങ്ങ് ഇഖ്റാറാക്കിയുള്ളവർ അങ്ങ് അതൊരു അംഗീകരിച്ചിട്ടുള്ളവർ അള്ളാഹുനാണ് റബ്ബ് ചെയ്യുന്നത്. ഒരാളുടെ പേടില്ല. അത് കുഫ്ർ എതിർത് കുഫ്ർ എന്നെങ്കും എത്ര വലിയ കാഫിർ എന്നെങ്കും കുഫ്ർ എന്നെങ്കും ഷിർക്ക് എന്നെങ്കും അതിലെല്ലാത്തും എതിർക്കുക റെഡിയില്ല ആൾമാരായിട്ട് ഇറങ്ങാം. റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു അതിലങ്ങ് നിലനിണ്ടാറ്. ചില ആൾമാർ അങ്ങ് ഉപദ്രവം സംഭവിച്ചിരിക്കും അങ്ങ് ആ അള്ളാഹുടെ ഇഖ്റാറാക്കുമുത്തു അങ്ങനെ അള്ളാഹുടെ അംഗീകരിക്കുമുത്തു അങ്ങനെ ജീവിതത്തിൽ അങ്ങ് കുറേ അങ്ങ് കഷ്ടത്തെ അങ്ങ് എതിർക്കുമായിട്ട് ബണ്ടൊരവസ്ഥ ബന്ധിക്കും. മാത്രം അങ്ങ് എന്താക്കിടാറ് അതിൽ ഉറക്കത്തും അങ്ങനെ ആ ദീൻ നിന്ത് അങ്ങ് തിരിഞ്ഞു പോകണില്ല. അങ്ങ് ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് അങ്ങ് ദീൻ നിന്ത് വിട്ടു പോകണില്ല. മാത്രം അതിൽ ഗട്ടി നിൽക്കിടാറ് ചെന്ന് അങ്ങ് ഒന്തുന്നു അങ്ങ് ആഖിറത്ത് സ്വർഗ്ഗം കിട്ടും ചെന്ന് അതിലേക്ക് എതിർത്താച്ചും തത്തനസ്സലു അലൈഹിമുൽ മലായിക ഇമാം സാദ് ചെന്നത് ഈ മലായിക്മാർ ഇറങ്ങി ചെന്ന് ഇങ്ങനെ മറിച്ചൽ പിന്നെ മലായിക്മാർ ഇറങ്ങുന്നത് എന്തിക്ക് അങ്ങ് ജന്നത്തോ തബ്ശീർ കൊടുക്കാറ് ശുപാർശ കൊടുക്കാറ്. അതായിട്ട് ചെന്നു ഇന്ന തത്തനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു നിങ്ങൾ ഉറക്കത്തു നിങ്ങൾ പേടിക്കണ്ട വലാ തഹ്സനു നിങ്ങൾ ബേജാറുമാവണ്ടാണ്ട് അബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ നിങ്ങൾ എന്താക്കൂ നിങ്ങൾ സ്വർഗ്ഗം കൊണ്ടിട്ടു മലായിക്മാർ നമുക്ക് തബ്ശീർ കൊടുക്കാറ് അതായത് നമുക്ക് ശുപാർശ കൊടുക്കാറ് ശുപാർശ കൊടുക്കാറ് നല്ല ഗുഡ് ന്യൂസ് ഗ്ലാഡ് ടൈഡിങ്സ് കൊടുക്കാറ്. നിങ്ങൾ ജന്നത്ത് കൊണ്ടിട്ടു സ്വർഗ്ഗ കൊണ്ടിട്ടു നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് നിങ്ങൾ കൊണ്ടു നിങ്ങൾ അതിൽ തബ്ശീർ സ്വീകരിക്കൂ. അല്ലത്തി എങ്ങനത്തെ ജന്ന കുന്തും തുഅദൂൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവരും വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചുള്ള പോലത്തെ ഈ സ്വർഗ്ഗം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ചെന്ന് അങ്ങ് ആ സ്വർഗ്ഗത്തെ വിശേഷിപ്പിച്ചിട്ട് അങ്ങ് ബഷീരത്ത് കൊടുക്കുക അതായത് ഗ്ലാഡ് ടൈഡിങ്സ് ഗുഡ് ന്യൂസ് ശുപാർശ കൊടുക്കുക ചെന്ന് ആ തഫ്സീറിൽ ഇമാം സാജി റഹിമഹുല്ലാ നമുക്ക് പടിപാടി തന്നെ നമുക്ക് കാണാം. പിന്നെ അഞ്ചാമത്തെ ഒരു ഫായദ കയറി നമുക്ക് മനസ്സിലാക്കുള്ളത് അതായത് ഈ വാജിബാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കിയ ഈ ഇസ്തിഖാം ചെന്നാൽ പിന്നെ അള്ളാഹുടെ എല്ലാ വാജിബാത്തും അതായത് അള്ളാഹു ഞങ്ങളുടെ മേൽ നിർബന്ധിപ്പിച്ച ഒരു മനുഷ്യരെ മേൽ നിർബന്ധിപ്പിച്ചമായ എല്ലാ വിഷയത്തോ ഞങ്ങൾ അത് അള്ളാഹുടെ അനുസരണത്തിൽ ഞങ്ങൾ പോകും അനുസരിച്ചുകൊണ്ട് പോകും. പിന്നെ ആ അള്ളാഹു തടഞ്ഞ വിഷയത്തിൽ ഞങ്ങൾ വിട്ടു നിൽക്കണം അതിലൊന്നും ഞങ്ങൾ ഹറാമായ സ്വരത്തിൽ ഞങ്ങൾ പോത്തിയറ. ഇനി ആരെങ്കിലും ഓർത്ത വാജിബാത്തിൽ വെച്ചിട്ട് അതായത് നിർബന്ധമായിട്ടുള്ള അവനെ നിർബന്ധിച്ചിട്ടുള്ള ചില പ്രവൃത്തി ഉദാഹരണം നിസ്കാറാവട്ടെ സക്കാത്താവട്ടെ അങ്ങനത്തെ വാജിബായിട്ടുള്ള വിഷയത്തിൽ അവൻ എന്തായാലും കുറത്തെ കാട്ടാണെങ്കിൽ അവൻ ഇസ്തിഖാമത്തിൽ ഇല്ലാണ്ടായിട്ട് പണ്ഡിതന്മാർക്ക് ഈ ഹദീസ് ഫായിദ എടുത്തിട്ടുള്ളത്. അത് അഞ്ചാമത്തെ ഫായിദ ഞങ്ങൾ മനസ്സിലാക്കിയത് ആരെങ്കിലും ഒരു വാജിബാത്തിൽ അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നിർബന്ധമായിട്ടുള്ള അവൻ്റെ മേലുള്ള പ്രവൃത്തി എന്തെങ്കിലും ഒന്ന് കുറത്തെ കാട്ടിയിട്ടായെങ്കിൽ അവനെന്താക്കി അവന് ഇസ്തിഖാമത്ത് ഇല്ല ചെന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഇതെനിക്ക് പണ്ഡിതന്മാർ ഫായിദ എടുത്ത് ചെന്നത് ഒന്ന്. പിന്നെ ഒന്ന് ആറാമത്തെ ഫായിദ നെക്സ്റ്റ് ഫായിദ നിങ്ങൾ മനസ്സിലാക്കാനും അതായത് ഒരു മനുഷ്യ അവന് മുസ്ലിമായി അവൻ്റെ ജീവിതത്തിൽ എപ്പോൾ അവൻ എന്താക്കും ചെന്നെങ്കിൽ അവന് മുറാഖബ അവൻ ടെസ്റ്റ് ആക്കി എണ്ണിക്കണം അവനവൻ്റെ വിഷയം ചോദിച്ച് അവനവൻ ക്വസ്റ്റ്യൻ ആക്കിക്കോണം അവൻ്റെ സെൽഫ് റൊട്ടിക സ്വന്തത്തൊട്ടിക ഞാൻ എന്ത് മുസ്തഖീമിലുള്ളേ ഞാൻ അതായത് സിറാത്ത് മുസ്തഖീം നേരായ പാതയിലുള്ളേ അല്ലേ നേരായ പാതയിൽ ഞാൻ ഇല്ലേ ചിന്ത അവന് സ്വന്തത്തെ അവന് ഇതാക്കി ചെക്കാക്കി എണ്ണിക്കണം അവൻ. അതെനിക്ക് ഈ ഹദീസിൽ കിട്ടുന്നത് ഉദാഹരണത്തിന് അവൻ ഏതൊരു ഇപ്പോൾ അവന് നിലയിലുള്ളൂ അവൻ്റെ അവസ്ഥ എന്തോ അവൻ്റെ ഇബാദത്തിലുള്ള അവൻ്റെ ഇഹ്തിമാം എന്തോ അവൻ അതിൽ എങ്ങനെ ഇട്ടിക്കറ അവൻ ഇബാദത്ത് കണ്ടുവല്ലോ അവൻ എങ്ങനെ ഇട്ടിക്കറ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നിർബന്ധിപ്പിച്ച് സ്വലാത്ത് വിഷയത്തിൽ അവൻ കാട്ടിയല്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തുവല്ലോ അല്ലെ അത് നിസാറായിട്ട് കണ്ടിട്ട് വിട്ടുകൊള്ളാണ് മാത്ത് ചെന്ന് നോക്കണം അതെടുക്കുക ഞങ്ങൾ ടെസ്റ്റ് ആക്കട്ടെ. ഉദാഹരണം ചെന്നെങ്കിൽ ഇപ്പോൾ ഒരാൾ അവൻ നിസ്കാരത്തെ ലേറ്റാക്കിയ അതായത് നിസ്കാരം അതിൻ്റെ സമയത്തിലേക്ക് നിസ്കരിക്കുള്ളത് ഒരു മുസ്ലിമായവൻ്റെ മേൽ അതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ക്വസ്റ്റ്യൻ അതിലിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറി അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടോ അഹബ്ബ് ചെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്തായിരിക്കും ഒരു സ്വറാണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തേതായിട്ട് ചെന്നു അസ്സലാത്തു അലാ വഖ്തിഹ അതായത് നിസ്കാർ അതിർതായ സമയത്തിൽ നിർവഹിക്കുന്നതായിട്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്.
അപ്പോൾ നിസ്കാര അതിർദായ സമയത്ത് നിസ്കരിക്കാണ്ട് ഇക്കളാണ് ടൈം ഓർത്താൽ അവൻ എന്താക്കി ചെയ്യുന്നെങ്കിൽ അവൻ മുസ്തഖിമായിട്ടില്ല, അവനതൊരു അതായത് നിസ്കാരത്തെ വേസ്റ്റ് ആക്കി ലാസ്റ്റ് ആക്കി അവൻ. പിന്നെ ജന്നാമത്തെ ഇപ്പോൾ വേറെ ഉദാഹരണം ചെല്ലുണ്ടെങ്കിൽ ഓർത്ത അവൻ ജക്കാത്തുണ്ട്, ജക്കാത്തിന് എന്താ തടഞ്ഞു വെച്ചില്ല, അവൻ കൊടുത്തോണ്ടില്ല. അതെന്ത് അർത്ഥ അത് അവൻ ഇസ്തിഖാമത്തില്ല ചെന്നിട്ടിരിക്കുന്നത്. അതേപോലെ ബാക്കിയെല്ലാ വിഷയം ഉദാഹരണം ചെല്ലും ഈ ചതിക്കുന്നത്. ഈ നമുക്ക് കാണേണ്ടത് ഒരു നിസ്സാരമായിട്ട് ആൾമാർ എടുത്തോളൂ, നല്ല ഒരു ഭയങ്കര സ്പ്രെഡായിട്ടുള്ള ഒരു വിഷയമായിരിക്കും. അതായത് കോമൺ ആയിട്ട് ആൾമാർ കാണേണ്ടത് രക്ഷിച്ചുള്ളത് ഈ ചതി കാട്ടുறது. അത് ചിലപ്പോൾ യാറത്തായിട്ട് കാണേണ്ടത് നമുക്ക് ഈ ഇടപാടത്തിലായിട്ട് ഈ ബാണ്യത്തിലും എന്ന സാമാൻ വിൽക്കൊമുത്തു, അല്ലെങ്കിൽ എന്ന സാമാൻ എടുക്കൊമുത്തു, അല്ലെങ്കിൽ ഈ ബാഡികര വിഷയം എന്ന സാമാൻ ബാഡികൾ കൊടുക്കൊമുത്തു, അല്ലെ ബാഡിക തൻ്റെ വിഷയത്തിലും അല്ലെ ഇങ്ങനത്തെ മാമലാത്ത സംബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നമുക്ക് ഈ ചതി ചെല്ലത് കാണാൻ സാധ്യമാണ്. അപ്പോൾ ഓർത്ത് ചതിക്കലുണ്ടായെങ്കിൽ അവൻ ഇസ്തിഖാമത്തില്ലാണ്ടായിട്ട് ഇസ്തിഖാമത്തിൽ നിന്ന് അവൻ ഉറക്കത്തും ചതിക്കില്ല. മുഅ്മിൻ്റെ സിഫത്തല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഗശ്ശ ഫലൈസ മിന്ന ചെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിக்கிறവൻ്റെ വിഷയത്തിൽ ചെന്നിട്ട് അവൻ ഞങ്ങളിൽ പെട്ടവൻ അല്ല ചെന്നായിട്ട്. അപ്പം ഞങ്ങൾ ഇതിൽ ഗൗരവമായിട്ട് കാണുന്ന ഒരു വിഷയമായിട്ട്. അതേപോലെ ഈ ഇസ്തിഖാമത്ത് ചെന്നെങ്കിൽ അതൊരു ഇങ്ങനത്തെ വിശേഷം ചെന്നെങ്കിൽ ഞങ്ങൾക്ക് ഓർക്കത്ത് ഒരു ചെറിയ വിഷയത്തിൽ അതിൽ ഓർക്കത്ത് താരീഫാക്കുക, അല്ലെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വിശേഷിപ്പിച്ചത് അവർക്ക് സാധ്യതയല്ല. മാത്രമല്ല ദീൻ്റെ എല്ലാ വിഷയം ഉൾപ്പെടുന്ന പോലത്തെ ഒരു പദമായിട്ട് ഇസ്തിഖാമത്ത് ചെന്ന് ഇത് മുന്നാലായിട്ട് ഇത് കഴിഞ്ഞ ജൻ്റെ എപ്പിസോഡിൽ ഇത് വിശദീകരിച്ച് മനസ്സിലാക്കി ആയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഈ പഠിച്ചതായ ഹദീസിലോ ഇതിലെ ഫവായിദിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊമ്പറകും, അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.